ശ്രീനിവാസന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് മലയാള സിനിമാ ലോകം. മരണവാർത്ത അറിഞ്ഞ ഉടൻ വിതുമ്പലോടെയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രതികരിച്ചത്. നല്ല മനുഷ്യനെയും നല്ല കലാകാരനെയും നഷ്ടമായെന്നായിരുന്നു ശ്രീനിവാസന്റെ സഹപാഠി കൂടിയായ നടൻ രജനീകാന്തിന്റെ പ്രതികരണം. ഞെട്ടലോടെയാണ് ശ്രീനിവാസന്റെ മരണവാർത്ത സിനിമാ ലോകം കേട്ടത്. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്ന് പറഞ്ഞ സംവിധായകൻ സത്യൻ അന്തിക്കാട് വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ വിതുമ്പി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇത് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. സഹപ്രവർത്തകനെ മാത്രമല്ല സുഹൃത്തിനെ കൂടിയാണ് നഷ്ടമായതെന്ന് നടൻ മോഹൻലാൽ. കഴിഞ്ഞ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു കൊളീഗ്, ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല, അതിൽ കൂടുതൽ സൗഹൃദമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ടാവുമല്ലോ. ഒരാളായിരുന്നു ശ്രീനിവാസൻ. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സങ്കടം തന്നെയാണ്. ഇനി ഇതുപോലൊരു കലാകാരനെ മലയാളത്തിന് ലഭിക്കില്ലെന്നായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. എഴുത്തുകാരന്റെ വലിയൊരു മനസ്സിന്റെ ഒരു കഴിവും ആഴവും വ്യക്തമാക്കുന്ന മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസന്റെ ആരോഗ്യമില്ലായ്മ തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്റെ സഹപാഠിയുടെ വിയോഗത്തിൽ നടൻ രജനീകാന്തും അനുസ്മരിച്ചു. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute. Excellent actor and a very good human being. Let his soul rest in peace. ശ്രീനിവാസനോടൊപ്പമുള്ള നിമിഷങ്ങൾ എന്നും വിലപ്പെട്ടതാണെന്ന് മുകേഷ് MLAയും പ്രതികരിച്ചു. ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ കണ്ടനാട്ടെ വീട്ടിലെത്തി പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.